ആശ്വാസമായി പോത്തിന് പിടിച്ച് നല്ല ആശ്വാസം. എന്താ പറയുക, എൻ്റെ പണിയെ മൊത്തം തറന്ന് കിടപ്പാണ് ഇപ്പം. രാവിലെ 5 മണിക്ക് എപ്പോഴും വരുന്നതാണ്. ഏട്ടൻ ആദ്യം ഓട്ടോറിക്ഷ തകർത്തൊക്കെ കണ്ടല്ലേ? ഓട്ടോ തകർന്ന ശേഷം ഞാൻ കണ്ടത്. ഓട്ടോ തകർന്ന ശേഷമാണ് കണ്ടത്. പിന്നെ 5:10 ആകുമ്പോൾ അകത്ത് കയറുമ്പോഴാണ് സെക്യൂരിറ്റി മാറി നിന്നിട്ട് പോത്ത് വരണ്ട് നിൽക്കണമെന്നായി. മൊത്തം മറ്റേ പോത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. മേളിൽ നിന്ന് കുരുക്കിട്ടിട്ട് പിന്നെ അപ്പുറത്തെ തൂണിൽ കെട്ടി നിർത്തിയത് കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് പിന്നെ, കാരണം ഇത് പുറത്ത് ചാടിയിരുന്നെങ്കിൽ ഇത് ഒരുപാട് വയലൻ്റ് ആയി നിന്നൊരു പോത്താണ്. പുറത്ത് ചാടിയിരുന്നെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കാം. മോളിന്ന് വടടാൻ പറ്റിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തീർച്ചയായും മോളിന്ന് വട നമ്മുടെ ഷമീസ് അദ്ദേഹമാണ് മോള് കയറിയിട്ട് വിദഗ്ധമായിട്ട് വട വിട്ട് ലോക്ക് ചെയ്ത്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ എന്ത് പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഇടിച്ച് നിരപ്പായികൾ ഇപ്പൊ തന്നെ ഭയങ്കര ഇതല്ല, ഒരുപാട് പരിക്ക് വരും. ധൈര്യത്തോടു കൂടിയാണ് ആ പോത്തിന് അടുത്തേക്ക് തീർച്ചയായും അദ്ദേഹത്തിന് ആദ്യം മോള് കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അത് എല്ലാവരും ലോക്ക് ചെയ്ത് നിർത്തിയത്. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. പുറത്ത് പോയിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു തന്നെ സാർ. ആശുപത്രിയിലേക്ക് മാറ്റി. അല്ല, വെറ്റിനറി ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവർ വന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ ഈ ലോക്കിൽ മാത്രം കയറിലെ സുരക്ഷിതം നിൽക്കുന്നത്. കാരണം ആളിനെ ഇഞ്ചക്ഷൻ അടിച്ച് അത് മയക്കുമരുന്ന് കൊത്തി വെച്ചിട്ട് അതിൻ്റെ ഇതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്, വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ മരുന്നെടുക്കാൻ പോയിരിക്കുന്നത് ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞതും ഇത് കെട്ടി നിർത്തി സുരക്ഷിതമാണെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ എന്നാ പറഞ്ഞത്. ഈ എരുമയുടെ കാതിലുള്ള ഈ ടാഗ് ഉപയോഗിച്ചത് ആരുടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും? അത് അറിയില്ല സാറേ, അത് നമ്മളെ ഇതല്ലേ, നമുക്ക് അറിയാൻ പറ്റില്ല സാറേ. എന്തായാലും അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഇത് കിട്ടും. എന്തായാലും ഇതിന് ശരീരത്തിൽ ഒരുപാട് പരിക്കുകളുണ്ട്. അത് ഈ വാഹനങ്ങൾ തകർക്കുമ്പോൾ പറ്റിയതാണ്? അല്ലല്ല, അത് ഞങ്ങൾ വരുമ്പോൾ തന്നെ എൻ്റെ മൂക്കിൽ കൂടെയൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നൊക്കെ ഓടി വന്ന് ചാടി വന്നതിൻ്റെ എവിടെ തട്ടിയതിൻ്റെയാണത്. അല്ലാതെ സ്വയമായിട്ട് അതിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എവിടെ നിന്ന് വളരെ ഓടി വന്നതാണ്. അതുകൊണ്ട് ഇത്രയും രൂക്ഷമായി നിൽക്കാൻ കാരണം. അല്ലാതെ ഇവിടേക്ക് എത്തി ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ എരുമയെ കെട്ടി ഈ കോമ്പൗണ്ടിൽ കിട്ടി. സാറ് കറക്റ്റ് മോളിൽ പോയിട്ട് ലോക്ക് ഇട്ടു. ദൈവം സഹായിച്ച് കറക്റ്റായിട്ട് അത് കഴുത്തി വീഴുകയും ഒരു ലോക്ക് ആദ്യം ഇട്ട് നമ്മൾ അവിടെ തൂണി തന്നെ അതിന് ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ രണ്ടാമത്തെ ലോക്ക് വീണ്ടും ഇട്ടപ്പോൾ നമുക്ക് ഇത് കൺട്രോളിൽ നിൽക്കാൻ കിട്ടി. പിന്നെ അടുത്ത വിഷയം വന്നിട്ട് അതിൻ്റെ കാലിൽ അല്ലെങ്കിൽ കയ്യിൽ കെട്ടിടുക എന്നാണ്. കാരണം അതും കൂടി ഇട്ടപ്പോൾ ക്ലിയറായി.